കണ്ണൂർ പയ്യന്നൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനിലയുടേത് കൊലപാതകമെന്ന സൂചന പുറത്തുവരികയാണ്. അനിലയുടെ മരണം കൊലപാതകമെന്നൊരു സംശയം ബലപ്പെടുത്തിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അനിലയുടെ കഴുത്തില് ഷോള് മുറുക്കി കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ സൂചനകൾ. ഫെലിക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഇതിപ്പോ ഈ മരണം കൊലപാതകം എന്നൊരു സംശയം അതിനെ ബലപ്പെടുത്തുന്നതാണല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തൊക്കെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ? ഇന്നലെയാണ് പയ്യന്നൂർ അന്നൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ ഈ അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ സുഹൃത്ത് സുദർശന പ്രസാദിനെ മറ്റൊരിടത്ത് തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. അതിലും ഈ സംഭവത്തിലെ നിർണായക വഴിത്തിരിവായി മാറുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ അനിലയുടെ കഴുത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി, അതായത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനകം തന്നെ പുറത്തു വരും. ഏതായാലും പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അനിലയുടെ മുഖത്തും ശരീരത്തും പാടുകളുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ അനിലയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളുമാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായി ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ അനിലയുടെ സഹോദരൻ ആരോപിച്ചിരുന്നു ഇത് കൊലപാതകമാണ് എന്നും ഇതിൽ ഒന്നിലധികം ആളുകൾക്ക് പങ്കുണ്ട് എന്നുമുള്ള ആരോപണമുണ്ട്. ഏതായാലും പോലീസ് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സുദർശന പ്രസാദും ഒപ്പം തന്നെ അനിലയുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. പിന്നാലെയാണ് ശരി ഫെലിക്സ്, ഈ കുടുംബത്തിന്റെ ആരോപണമൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.